സ്റ്റൈപ്പൻഡ് വിതരണത്തിലെ കാലതാമസത്തിൽ പ്രതിഷേധിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG ഡോക്ടർമാർ സൂചനാ സമരം സംഘടിപ്പിച്ചു. നിരവധി തവണ ചർച്ച നടത്തിയിട്ടും പരിഹാരമാവാത്തതോടെയാണ് ഇന്ന് സൂചനാ സമരം സംഘടിപ്പിച്ചത്. ശാശ്വത പരിഹാരമുണ്ടായില്ല എങ്കിൽ കൂടുതൽ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ PG വിദ്യാർത്ഥികൾ നടത്തിയ സൂചനാ സമരമായിരുന്നു ഇന്ന് പ്രിൻസിപ്പൽ ഓഫീസിന് മുൻപിൽ നടന്നത്. പ്രധാനമായും ഇവർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ്, അതായത് എല്ലാ മാസവും 5-ാം തീയതിക്ക് അകം ലഭിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് 10-ാം തീയതി 15-ാം തീയതി ആയിട്ടടക്കം പല മാസങ്ങളിൽ ലഭിക്കുന്നില്ല. കഴിഞ്ഞ മാസം ഏപ്രിൽ, അതായത് വിഷുവിനോടനുബന്ധിച്ചടക്കം 10-ാം തീയതിയോട് കഴിഞ്ഞാണ് സ്റ്റേറ്റ്മെന്റ് ലഭിച്ചതെന്നാണ് കുട്ടികളുടെ പരാതി. മാത്രമല്ല, വലിയ രീതിയിൽ ജോലി ചൂഷണം അടക്കം നടക്കുന്ന ഒരു മേഖല, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകൾ കൃത്യമായി PG ഡോക്ടർ കൂടി ഉൾപ്പെട്ടുകൊണ്ട് പോകുന്നതുകൊണ്ട് വലിയ രീതിയിൽ പ്രതിസന്ധി ഒഴിവായി പോകുന്നത്. അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ PG ഡോക്ടർമാരെ ഇങ്ങനെ, അതായത് കൃത്യമായി ലഭിക്കേണ്ട സ്റ്റേറ്റ്മെന്റ് നൽകാതെ ബുദ്ധിമുട്ടിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ടായിരുന്നു ഇന്ന് പ്രിൻസിപ്പൽ ഓഫീസിലേക്ക് ധർണയും പിന്നീട് പ്രിൻസിപ്പളുമായി ചർച്ച നടത്തിയത്. ഈ ഒരു നടപടിയുമായി മുന്നോട്ട് പോയില്ല എങ്കിൽ, അതായത് 10-ാം തീയതിക്കകം 5-ാം തീയതിക്കകം നൽകണം, അതായത് സ്റ്റേറ്റ്മെന്റ് 5-ാം തീയതിക്കകം നൽകണമെന്ന് DMAയുടെ സ്റ്റാൻഡിംഗ് ഓർഡർ ഉണ്ട്. അത് ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ പ്രിൻസിപ്പാളും മറ്റ്, അതായത് ജീവനക്കാർ, അതായത് ഓഫീസുകളിലെ ജീവനക്കാരടക്കം ഇതിൽ ഒരു ഉദാസീനത കാണിക്കുന്നു. വലിയ രീതിയിലുള്ള സാമ്പത്തിക ബുദ്ധിമുട്ട് PG വിദ്യാർത്ഥികൾ നേരിടുന്നു എന്നാണ് വിദ്യാർത്ഥികളുടെ പ്രതിനിധി നമ്മോട് പ്രതികരിച്ചത്. എല്ലാ മാസവും 5-ാം തീയതി ക്രെഡിറ്റ് ആവേണ്ട സ്റ്റൈപ്പൻഡ് കഴിഞ്ഞ 6 മാസമായി നിരന്തരമായി 10-ാം തീയതിക്ക് 15-ാം തീയതിക്ക് ശേഷമാണ് ക്രെഡിറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വന്ന് അന്വേഷിക്കുമ്പോൾ നമ്മൾ അറിയുന്ന കാര്യം എന്താ വെച്ചാൽ, ഇവർ പറയുന്നത് ഇവിടുത്തെ ഓഫീസിലെ ആൾക്കാരുടെ കുറവാണ്, വെരിഫിക്കേഷന്റെ പ്രശ്നമാണ്, അതുകൊണ്ടാണ് വൈകി പോകുന്നത്. സ്വാഭാവികമായ നടപടിയാണ്, വളരെ ലഘൂകരിച്ചാണ് ഇവർ പറയുന്നത്. പക്ഷെ നമ്മൾ അന്വേഷിച്ച് നോക്കിയാൽ അറിയാം, ഇവിടുത്തെ ഏറ്റവും തലപ്പത്തിരിക്കുന്ന പ്രിൻസിപ്പാളിനായിക്കോട്ടെ, അസോസിയേറ്റ് പ്രൊഫസർമാർക്കായിക്കോട്ടെ, സ്റ്റാഫ് നഴ്സുമാർക്കായിക്കോട്ടെ, ഗവൺമെന്റ് ഓഫീസർ, ഗവൺമെന്റ് എംപ്ലോയീസിനായിക്കോട്ടെ, എല്ലാവർക്കും അവരവരുടെ സ്റ്റൈപ്പൻഡ് കൃത്യസമയത്ത് കിട്ടുന്നുണ്ട്. ധർണയ്ക്ക് ശേഷം പ്രിൻസിപ്പളുമായി നടത്തിയ ചർച്ചയിൽ ഒരു പരിധിവരെ ധാരണയിലെത്തി എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം ഇനി വരുന്ന മാസങ്ങളിൽ ഇതിലൊരു കൃത്യമായൊരു തീരുമാനമുണ്ടാകും. മാത്രമല്ല, അറ്റൻഡൻസ് കൃത്യമായി ഓഫീസുകളിലേക്ക് എത്തുകയും അത് ക്ലിയർ ചെയ്യുകയും അടക്കം ചെയ്യുന്ന കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് പ്രിൻസിപ്പളുടെ ഭാഗത്തു നിന്നും എഴുതി ഒപ്പിട്ട് വാങ്ങിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ. ഒപ്പം തന്നെ മറ്റ് വകുപ്പ് മേധാവികൾക്കും ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി കൃത്യമായി നോട്ടീസ് നൽകും, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിർദ്ദേശം നൽകുമെന്നും പ്രിൻസിപ്പാൾ വാക്ക് കൊടുത്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അല്ല എങ്കിൽ നാളെ മുതൽ ചെറിയ രീതിയിലുള്ള, അല്ലെങ്കിൽ അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും മറ്റും അതിലടക്കം ഇവരുടെ സഹകരണം ഒഴിവാക്കിക്കൊണ്ടുള്ള കൂടുതൽ സമരപരിപാടികളിലേക്ക് കടക്കുമെന്നാണ് വിദ്യാർത്ഥികൾ അറിയിച്ചത്. ക്യാമറാമാൻ അരുൺ പാലോടിനൊപ്പം സാരംഗ് സുധാകരൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.